8 മണിക്ക് ഓഫീസിൽ പോകാൻ ഇറങ്ങേണ്ട ഞാൻ എഴുന്നേറ്റത് 8:30. സ്വാഭാവികം. എന്റെ കൂടെയുള്ള ആള് എന്നെ വിളിച്ചുമില്ല. നോക്കൂ ഗൈസ്, ഒരു ഇലക്ട്രോണിക്സ് കട മുഴുവനായിട്ടാണ് ആൾ എന്നും ജോലിക്ക് പോകുന്നത്. ട്രാഫിക് കാണല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടി കയറിയത്. എന്നാലും ഉണ്ടായിരുന്നു. കാരണം 5 മിനിറ്റ് ട്രാഫിക്കിൽ കിടന്ന വട്ട് പിടിക്കുന്ന ഒരാളാണ് കൂടെ ഉള്ളത്. ഈ ഒരു സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും കുറച്ചൊന്ന് സംസാരിക്കുന്നത്. കാരണം ആൾക്ക് മിക്കപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. ലേറ്റായിട്ട് ഓഫീസിൽ വന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അങ്ങ് പണിയെടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. മന്ദൻ്റെ ആയതുകൊണ്ട് ഒരുപാട് പണിയുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇൻവോയ്സും കൂടി ഒരു മൽപ്പിടുത്തം തന്നെയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കൊളീഗ് പറഞ്ഞു അവൾക്ക് ലഞ്ചിന് ബനാന വേണമെന്ന്. ഈ ഫിലിപ്പിനുകൾക്ക് ബനാന ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ബനാന കൊടുത്താലും അവർ കഴിച്ചോളും. ഞാൻ ഈ സമയം കൊണ്ട് ഒരു ഡേറ്റ്സ് മിൽക്കും പിന്നെ ഒരു കപ്പലണ്ടി മിഠായിയും മേടിച്ചു. ചൂട് കാരണം കരിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ട് ഞാൻ ഇൻസ്റ്റ എടുത്ത് ഫിൽറ്റർ ഓണാക്കി എൻ്റെ ഫേസ് അങ്ങോട്ട് വെളുപ്പിച്ച് സ്വയം അങ്ങ് ആസ്വദിച്ചു. ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറും വെണ്ടയ്ക്ക തീയലും ഉണക്കച്ചെമ്മീനും ആയിരുന്നു. ഉണക്കച്ചെമ്മീൻ കുറച്ച് കരിഞ്ഞു പോയി, കുഴപ്പമില്ല. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി നൈറ്റ് ഡിന്നർ പുറത്തുനിന്ന് ആക്കിയാലോ എന്ന് ഞാനൊരു ഐഡിയ ചോദിച്ചു. എക്സിറ്റ് മാറിപ്പോയി മിണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആളെന്നെ തളർത്തി. പക്ഷെ ഞാനാരാ മോള്. വണ്ടി പിന്നെ ചെന്ന് നിന്നത് നമ്മുടെ ഇക്കായ്സ് റെസ്റ്റോറൻറ്റിലാണ്. വാഷിംഗ് ഏരിയയിൽ നല്ല മിററുണ്ട്. യൂട്യൂബർ കൈ കഴുകുന്ന എടുക്കാമെന്ന് പറഞ്ഞ് ആളെന്നെ ഒന്ന് കളിയാക്കി. പക്ഷെ ഫോട്ടോ ആണ് കിട്ടിയത്. വീഡിയോ ആണ് പുള്ളി ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. മെനു നോക്കുന്നതിനിടയ്ക്ക് നീ എന്താ കാണിക്കുന്നത്, ഇങ്ങനെയൊന്നും അല്ല എടുക്കേണ്ടത്, ഈ ക്യാമറ ഒന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടല്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ആൾ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, നല്ലതായിട്ട് വരുമായിരിക്കും. ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും രണ്ട് തരക്കാരാണ്. ഒരാൾക്ക് ചൂടും ഒരാൾക്ക് തണുപ്പും. ഇച്ചാൻ ഫ്രൈഡ് റൈസും ഞാൻ അപ്പവും ബീഫ് കറിയുമാണ് കഴിച്ചത്. എനിക്ക് എപ്പോഴും നാടൻ ഫുഡാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ.